ചരിത്രത്തിൽ ആരായിരുന്നു ഭഗത് സിംഗ് എന്ന കാര്യം നിരന്തരമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഭഗത് സിംഗിനെ കേവല ഒരു ഭീകരവാദിയായി അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് മറ്റാരുമല്ല, കേരളത്തിലെ മൗദൂദിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ബൗദ്ധിക മുഖം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന മിസ്റ്റർ സി ദാവൂദാണ്. മീഡിയ വൺ ചാനലിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ എത്രയോ എപ്പിസോഡ് പൂർത്തിയാവുന്ന ഒരു ചടങ്ങിലാണ് അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരമെന്ന പോലെ ഭഗത് സിംഗ് ഒരു ഭീകരവാദിയായിരുന്നു, ആ പുള്ളിക്കാരൻ 1947 വരെ അറിയപ്പെട്ടത് ഒരു ഭീകരവാദിയായിട്ടാണ്. പക്ഷേ 47 കഴിഞ്ഞപ്പോൾ ഒരു കലണ്ടർ മാറ്റം ഉണ്ടായപ്പോൾ അയാൾ ധീരദേശാഭിമാനിയായി. മിസ്റ്റർ ദാവൂദ് വളരെ അവജ്ഞയോടുകൂടിയാണ് ഇന്ത്യൻ ദേശീയതയുടെ, സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയതയുടെ ധീരപ്രതീകമായ ഭഗത് സിംഗിനെ വളരെ കൊച്ചാക്കുന്ന രീതിയിൽ ചരിത്രത്തിൽ വെറും ഒരു ഭീകരവാദ പ്രവർത്തനം, കലണ്ടർ മാറിയപ്പോൾ ദേശാഭിമാനിയായി മാറിയ ഒരാൾ എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്താകെ പടരുന്ന മതരാഷ്ട്രവാദത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട അനവധിയായ ഭീകര സംഘങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിറിയയിൽ അധികാരം പിടിച്ച അയാത്ത് തെഹ്രീൻ അൽ-ഷാം എന്ന് പറയുന്ന സംഘടന, അത് IS-ൻ്റെയും അൽ-ഖയ്ദയുടെയൊക്കെ തന്നെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ്. അമേരിക്കൻ CIA-യും ഇസ്രായേലിൻ്റെ മൊസാദും സംയുക്തമായി ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള, പ്രത്യേകിച്ച് ഇറാഖിൽ, പാകിസ്ഥാനിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെയുള്ള ഈ IS-ഉം അൽ-ഖയ്ദയുമൊക്കെയായി ബന്ധപ്പെട്ട മിലിറ്റൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഹയാത്ത് തെഹ്രീൻ അൽ-ഷാം എന്ന് പറയുന്ന ഈ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള, അബു മുഹമ്മദ് ജുലാനി എന്ന് പറയപ്പെടുന്ന ഇതിൻ്റെ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭീകരവാദ സംഘം ഉണ്ടായത്. രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റായ മിസ്റ്റർ ദാവൂദ് ഈ അബു മുഹമ്മദ് ജലാനിയെയും ഭഗത് സിംഗിനെയൊക്കെ തന്നെ ഒരേ അളവിലാണ്, ഒരേ തരത്തിലാണ് സമീപിക്കുന്നത്. ചരിത്ര നിരപേക്ഷമായി സംഭവങ്ങളെയും വ്യക്തികളെയും ഒക്കെ അവതരിപ്പിക്കുക, ആ രീതിയിൽ സമീകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സ്വത്വരാഷ്ട്രീയവാദികളുടെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ദാർശനിക അടിസ്ഥാനമായ ഉത്തരാധുനികത, ആ നിലപാടിൽ നിന്ന് സംഭവങ്ങളെ വിശകലനം ചെയ്യുന്ന എല്ലാ നവബുദ്ധിജീവികളുടെയും ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ്. സഖാവ് ഭഗത് സിംഗ്, നമ്മൾ വിക്കിപീഡിയ എടുത്തു നോക്കിയാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായിട്ടാണ് വിക്കിപീഡിയ സഖാവ് ഭഗത് സിംഗിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് സൂര്യസ്തമിക്കാത്ത കൊളോണിയൽ അധികാര ശക്തികൾക്കെതിരായി കത്തിജ്വലിച്ചു നിന്ന ഒരു തലമുറയുടെ അത്രയും സാഹസികമായ പോരാട്ടങ്ങളുടെ, കോളനി വിരുദ്ധ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ പ്രതീകമാണ് ഭഗത് സിംഗ്. 1920കളിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം സാമ്രാജ്യത്വത്തിനെതിരായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആലോചനകളും ഇടപെടലുകളും ഉണ്ടായത്. 1920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ ഘടകം താഷ്കൻഡിൽ രൂപം കൊണ്ടപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകത്തെ പ്രതികരിച്ചുകൊണ്ടാണ് അബനി മുഖർജിയും അതേപോലെ തന്നെ MN റോയിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 36ാമത് AICC സമ്മേളനം, അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊരു മാനിഫെസ്റ്റോ എന്ന രേഖ കൊണ്ടുവരുന്നത്. ആ രേഖയിൽ നിന്നുകൊണ്ടാണ് സാമ്രാജ്യത്വത്തിന് കീഴിലുള്ള ഒരു പുത്രികാ പദവിയുള്ള ഒരു ഭരണം എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അങ്ങേയറ്റം മിതവാദപരമായ, അനുരഞ്ജനവാദപരമായ നിലപാടിന് വ്യത്യസ്തമായി പൂർണ്ണ സ്വരാജ് എന്ന സങ്കല്പം ഉയർന്നു വരുന്നത്. ആ സങ്കല്പത്തിൽ നിന്നാണ് അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ ഹസ്രത്ത് മൊഹാനി പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇതേ ചരിത്രകാലഘട്ടത്തിലാണ് ഭഗത് സിംഗ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. 1919 ഖിലാഫത്ത് നിസ്സഹരണ സമരത്തെക്കുറിച്ചുള്ള ആലോചനകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പുകഞ്ഞു തുടങ്ങിയ നാളുകളിൽ അമൃതസറിലെ AICC സമ്മേളനത്തിൽ മൗലാന
അബ്ദുൽ കലാം ആസാദിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനമാണ്, ഗാന്ധി പ്രത്യേകം താല്പര്യമെടുത്തി നടത്തിയ സമ്മേളനമാണ് ഖിലാഫത്ത് നിസ്സഹകരണ സമരം പ്രഖ്യാപിക്കുന്നത്. ദാവൂദിനെ പോലുള്ള ആളുകൾക്ക്, മതരാഷ്ട്രവാദികൾക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് കടുത്ത നിഷേധാത്മക നിലപാട് RSSകാരെ പോലെ, ഗോൾവാൾക്കറെ പോലെ സ്വീകരിച്ച ഒരു മതരാഷ്ട്രവാദിയാണ്, ഇസ്ലാമിക രാഷ്ട്രവാദിയാണ് മിസ്റ്റർ മൗദൂദി. ആ മൗദൂദിയുടെ സൈദ്ധാന്തിക ധാരണകളെ പിൻപറ്റുന്ന ഒരു മതരാഷ്ട്രവാദ സിദ്ധാന്തത്തിൻ്റെ ആളാണ് മിസ്റ്റർ ദാവൂദ്. അപ്പോൾ ദാവൂദിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സുദീർഘവും സാഹസികവും ത്യാഗപൂർണവുമായ ചരിത്രം, അതിലൂടെ വളർന്നു വന്ന ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായ മഹാവിപ്ലവകാരികൾ, അവരൊക്കെ പുള്ളിക്കാരന്മാരായിരിക്കും, നിസ്സാരന്മാരായിരിക്കും. എന്നാൽ ഭഗത് സിംഗ് 1919 ഖിലാഫത്ത് നിസ്സഹകരണ സമരത്തിന് അമൃത്സർ സമ്മേളനം ആഹ്വാനം ചെയ്തപ്പോൾ, 1920 നിസ്സഹകരണ സമരം ആരംഭിച്ചപ്പോൾ 14 വയസ്സുള്ള ഭഗത് സിംഗ് ആ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട ആ നിസ്സഹകരണ സമരത്തിൽ പങ്കാളിയായ ബാലനാണ്. എന്ന് പറഞ്ഞാൽ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കാലെടുത്തു വെക്കും മുമ്പ് തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സഹന സമരങ്ങളിലും നിസ്സഹകരണ സമരങ്ങളിലും പങ്കാളിയായ ഒരാളാണ് ഭഗത് സിംഗ്. അയാളെ കേവലമായ ഏതോ ഒരു ബോംബ് രാഷ്ട്രീയക്കാരൻ, ഭീകരവാദിയായിട്ടൊക്കെ ലഘൂകരിച്ച് കാണുന്നത് ഇന്ന് ദാവൂദിനെ പോലുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന, ലോകമെമ്പാടും ചോരപ്പുഴകൾ വീഴ്ത്തുന്ന വർഗീയ മതരാഷ്ട്രവാദ ഭീകരപ്രവർത്തനങ്ങളെ ലഘൂകരിച്ചല്ലെങ്കിൽ അതിനെ സമീകരിക്കാനാണ്. യഥാർത്ഥത്തിൽ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ജീവിച്ച ചരിത്രകാലഘട്ടവും അവർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഭഗത് സിംഗ് ആരാണെന്ന് വിലയിരുത്താൻ. സാമ്രാജ്യത്വ വിരുദ്ധ ജനാധിപത്യ ദേശീയതയാണ് ഭഗത് സിംഗിൻ്റെ ഐഡിയോളജി. അതിനുവേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് എന്താണ്? 1928 സൈമൺ കമ്മീഷൻ ഇങ്ങോട്ട് വന്നു. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഹിന്ദു മുസ്ലിം മൈത്രി, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വലിയ ബഹുജന മുന്നേറ്റങ്ങളിലേക്ക് പോകുന്നൊരു ഘട്ടം. AITC രൂപീകരണം തൊട്ട് കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സംഘടിതമായ സമരങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരത്തിനെതിരായി ഉയർന്നു വരുന്ന ഘട്ടം. അത്തരമൊരു ചരിത്രഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച ചെയ്ത് ചില ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് ക്രൗൺ ഇങ്ങോട്ടേക്ക് സൈമൺ കമ്മീഷൻ അയക്കുന്നത്. ആ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത്. എന്നാൽ ഇന്ത്യയിലെ മതരാഷ്ട്രവാദികൾ, പ്രത്യേകിച്ച് ഹിന്ദു മഹാസഭ, RSS, ഇവരെല്ലാം സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ പാടില്ല, അത് ബ്രിട്ടീഷ് മഹാറാണിയോടുള്ള ധിക്കാരമായി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള ബഹിഷ്കരണ സമരത്തെ തള്ളിപ്പറഞ്ഞ ആളുകളാണ്. എന്നാൽ ഹിന്ദു മഹാസഭയുടെ ഭാഗമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ ലാഹോർ നഗരത്തിൽ സൈമൺ കമ്മീഷനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം, ആയിരങ്ങളണിനിരുന്ന പ്രതിഷേധം നടന്നു. പക്ഷെ ആ പ്രതിഷേധ സമരത്തെ ഭീകരമായി ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ആ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ഇൻസ്പെക്ടർ സ്കോട്ട്, ആ സ്കോട്ടിന്റെ മർദ്ദനമേറ്റാണ് ലാഹോർ നഗരത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് AITC അധ്യക്ഷനായിരുന്ന ലാലാ ലജ്പത് റായി മർദ്ദനം കിട്ടി വീഴുന്നത്. ആ മർദ്ദനത്തിലാണ് അദ്ദേഹം ആശുപത്രിയാവുന്നു. മരണാസനായ അദ്ദേഹം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മരണപ്പെടുന്നു. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് ഉത്തരവാദിയായ ബ്രിട്ടീഷുകാരോട് പകരം വീട്ടണമെന്ന നിലപാടാണ് ഭഗത് സിംഗും കൂട്ടരും എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാലാ ലജ്പത് റായിയുടെ വധത്തിന് ഉത്തരവാദിയായ സ്കോട്ടിനെ ലക്ഷ്യമിട്ട് അവർ ചില ആക്ഷനുകൾ പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് സ്കോട്ടിനെ അവർക്ക് കിട്ടിയില്ല. അവർ വധിച്ചത് സാൻഡേഴ്സൺ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയായിരുന്നു. ലാഹോർ ഗൂഢാലോചനയും സാൻഡേഴ്സൺ വധക്കേസുമാണ് ഭഗത് സിംഗിനെതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചാർജ് ചെയ്ത ഏറ്റവും വലിയ കുറ്റം. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർ 1920 അവസാനത്തോടു കൂടി നടപ്പാക്കിയ മർദ്ദകവാഴ്ചയും കരിനിയമങ്ങളും, അതിലേറ്റവും പ്രധാനമായിരുന്നു ഇന്ത്യ ഡിഫൻസ് ആക്ട്. ആ ഇന്ത്യ ഡിഫൻസ് ആക്ട് പാസ്സാക്കിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മന്ദിരത്തിലേക്ക് ബോംബെറിഞ്ഞുകൊണ്ട് ഭഗത് സിംഗ് സഹാക്കളും പ്രതിഷേധിച്ചു. ഈ കേസും ഭഗത് സിംഗിനെതിരായി ചാർജ് ചെയ്യപ്പെട്ടു. ഇതിൻ്റെ ഫലമായിട്ടാണ് ഭഗത് സിംഗ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, ജയിലിലേക്ക് പോകുന്നത്. ഭഗത് സിംഗിന് വധശിക്ഷ വിധിക്കുകയും ലാഹോർ ജയിലിൽ ആ വിപ്ലവകാരിയെ തൂക്കിക്കൊല്ലുകയും ചെയ്തു.
അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ആളുകളിലും അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാഹസികമായ സമരങ്ങൾ ആക്ഷനുകൾ ഏറ്റെടുക്കുമ്പോഴും അദ്ദേഹത്തിന് സാമ്രാജ്യത്വ വിരുദ്ധമായ ദേശീയ ജനാധിപത്യത്തിൻ്റെ അതേപോലെ തന്നെ ഒക്ടോബർ വിപ്ലവം ലോകത്ത് ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയാൽ ബ്രിട്ടീഷുകാർ പോയാൽ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച ആളാണ് ഭഗത് സിംഗ്. അങ്ങനെയുള്ള ഭഗത് സിംഗ് ഇന്ന് മറ്റ് പല മതരാഷ്ട്ര വർഗീയ വംശീയവാദ ഭീകര സംഘങ്ങളെപ്പോലെ അതിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെപ്പോലെ ഒരു ഭീകരവാദ പ്രവർത്തകനായിരുന്നു എന്ന രീതിയിൽ ഭഗത് സിംഗിനെ ചരിത്രത്തിൽ നടത്തി കേവലമായ ഒരു ഭീകരവാദ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഭീകരവാദിയാക്കി ലഘൂകരിച്ച് അവതരിപ്പിക്കുകയാണ് മിസ്റ്റർ ദാവൂദ് ചെയ്തത്. അത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തോടും അതേപോലെ തന്നെ ആ ചരിത്രം സൃഷ്ടിച്ച ധീരോദാത്തമായ പോരാട്ടത്തിൻ്റെ ത്യാഗപൂർണമായ പോരാട്ടത്തിൻ്റെ പ്രതിദാനങ്ങളായ രക്തസാക്ഷികളോടുമുള്ള അങ്ങേയറ്റം കടുത്ത അവജ്ഞ പടർത്തുന്ന ഒന്നാണ്. വളരെ അവജ്ഞയോടുകൂടിയാണ് മിസ്റ്റർ ദാവൂദ് ഈ കാര്യങ്ങളൊക്കെ ആ പരിപാടിയിൽ പറഞ്ഞു പോകുന്നത്. കാരണം ദാവൂദിന് അങ്ങനെ കഴിയും. കാരണം RSSകാരെ പോലെ തന്നെ ദാവൂദ് പ്രതിദാനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ദാവൂദിൻ്റെ ദാർശനികാചാര്യനായ മിസ്റ്റർ മൗദൂദി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ പത്തേക്കോട്ട് പ്രസംഗത്തിൽ അദ്ദേഹം ഒരു മടിയുമില്ലാതെ പറഞ്ഞു, വെള്ളക്കാരായ ബ്രിട്ടീഷുകാർ പോയി കറുത്തവരായ ഇന്ത്യക്കാർ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യ സമരം. അപ്പോൾ വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് കറുത്തവരായ ഇന്ത്യക്കാരിൽ അധികാരം കൈമാറി കിട്ടിയിട്ട് മുസൽമാൻ എന്ത് കാര്യമെന്നാണ് ചോദിച്ചത്. ഇതേ ചോദ്യം തന്നെയാണ് ഇന്ത്യയിൽ ഹിന്ദു മഹാസഭക്കാരും ഹിന്ദു രാഷ്ട്രവാദികളും ഉന്നയിച്ചത്. ബ്രിട്ടീഷുകാരല്ല പ്രശ്നം, മുസ്ലിങ്ങളാണ് പ്രശ്നം എന്ന് മാത്രമല്ല, ആദ്യം നമ്മൾ ഹിന്ദുക്കളാണ്, പിന്നെ ഇന്ത്യക്കാരാവുന്നുള്ളൂ, അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുകയാണ് പ്രശ്നം. ഇതേ നിലപാട് തന്നെയാണ് മറുഭാഗത്ത് മൗദൂദ് സ്വീകരിച്ചത്. ബ്രിട്ടീഷുകാർ പോയിട്ട് കാര്യമില്ല, വെള്ളക്കാരിൽ നിന്ന് കറുത്തവരായ ഇന്ത്യക്കാരിലേക്ക് അധികാരം കൈമാറി കിട്ടിയിട്ട് കാര്യമില്ല, ഇവിടെ മുസ്ലിം രാഷ്ട്രമുണ്ടാക്കണം, ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കണം. അദ്ദേഹത്തിൻ്റെ ഹുക്കുമത്തെ ഇലാഹി ദൈവാധികാര വ്യവസ്ഥ, അതിനപ്പുറത്ത് അദ്ദേഹം ദേശീയതയെ അംഗീകരിച്ചിരുന്നില്ല. 1920കളിൽ ഇതേ ചരിത്ര കാലഘട്ടത്തിൽ തന്നെ ഈജിപ്തിൽ ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ അറബ് ദേശീയത ഉയർന്നു വന്നു. ആ അറബ് ദേശീയതയെ തകർക്കാനാണ് ദേശീയത ഇസ്ലാമിന് വിരുദ്ധമാണെന്ന പ്രചാരണവുമായി ആഗോള രാഷ്ട്രീയ ഇസ്ലാമിസത്തിൻ്റെ തുടക്കക്കാരനായി ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ഹസനുൽ ബന്ന രംഗത്ത് വന്നത്. ഹസനുൽ ബന്നയുടെ സിദ്ധാന്തവുമായി കൂടിച്ചേരുന്നതാണ് മൗദൂദിയുടെ ദൈവാധികാര മതരാഷ്ട്ര സിദ്ധാന്തങ്ങൾ. ആ സിദ്ധാന്തങ്ങളുടെ അപകടകരമായ ചളിക്കുണ്ടിൽ നിന്നുയർന്നു വരുന്ന ദാവൂദിനെ പോലെയുള്ള ഈ മൗദൂദിസ്റ്റ് പുതുജീവികൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെയും ആ ദേശീയ പ്രസ്ഥാനം സൃഷ്ടിച്ച മഹാ വ്യക്തിത്വങ്ങളെ രക്തസാക്ഷിത്വങ്ങളെയും ഒക്കെ അപമാനിക്കുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല. ഇന്ത്യയിൽ ഇതേ യുക്തി വെച്ചിട്ടെന്ന് പറയാം, മലേഗാവ് സ്ഫോടനം നടത്തിയ ഹിന്ദു തീവ്രവാദികൾ വർഗീയവാദികൾ ദാവൂദിൻ്റെ യുക്തിയിൽ അവർ ഭഗത് സിംഗിനെ പോലെ തന്നെ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തി എന്നേ ഉള്ളൂ. ഇന്ത്യയിൽ മക്ക മസ്ജിദിൽ ബോംബ് വെച്ച ആളുകൾ ഭഗത് സിംഗിനെ പോലെ ഭീകരവാദ പ്രവർത്തനം നടത്തിയ ആൾക്കാരാണെന്ന് പറയുക. അപ്പം മക്ക മസ്ജിദിലും അതേപോലെ തന്നെ മലേഗാവിലുമൊക്കെ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിച്ച മതരാഷ്ട്രവാദികളായ വർഗീയവാദികളായ ഭീകരവാദ പ്രവർത്തകരോട് ഭഗത് സിംഗിനെ പോലെ കൃത്യമായ സാമ്രാജ്യത്വ വിരുദ്ധ ജനാധിപത്യ ദേശീയതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച് ഒരു സോഷ്യൽ സമൂഹത്തെക്കുറിച്ചുള്ള ആശയാഭിലാഷങ്ങൾ സൂക്ഷിച്ച വിപ്ലവകാരികളെ സമീകരിക്കുന്നത് താരതമ്യം ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ്? അതാണ് ഇവിടുത്തെ ഐഡന്റിറ്റി പൊളിറ്റിക്സ്. മതരാഷ്ട്രവാദികൾ ചരിത്രത്തെ അതിൻ്റെ നിർണയന ശക്തികളിൽ നിന്ന് മാറ്റിയിട്ട് ചരിത്രത്തെ നിർണയിച്ച ആശയങ്ങളെയും വർഗങ്ങളെയും താല്പര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് കേവലമായി അവതരിപ്പിക്കുകയാണ്. ഇത്തരം കേവല യുക്തികളിലൂടെ പ്രതിലോമകരമായ മതരാഷ്ട്ര വർഗീയ പ്രത്യയശാസ്ത്രത്തിന് സമ്മതി ഉണ്ടാക്കുകയാണ് ദാവൂദിനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് സഖാവ് ഭഗത് സിംഗ് എന്ന് പറയുന്നത്, ബട്കേശ്വർ ദത്ത് എന്ന് പറയുന്നത്, പ്രീതിരഥ എന്ന് പറയുന്നത്, കൽപ്പനാ ദത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ സാമ്രാജ്യത്വത്തിനായി കത്തിജ്വലിച്ചു നിന്ന അനവധിയായ സമര പ്രക്ഷോഭങ്ങൾക്ക്, ജനകീയ സായുധ ഉയർന്നെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ്. അവരുടെ പ്രക്ഷോഭങ്ങളിൽ, അവരുടെ സമരങ്ങളിൽ, അവരുടെ ഇടപെടലുകളിൽ സാഹസികതാവാദപരമായ വശങ്ങളുണ്ടാകാം. പക്ഷേ അവർ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയതയുടെ, ജനാധിപത്യ ദേശീയതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച ആളുകളാണ്.